നിരോധനാജ്ഞ ഉള്ള പാർലമെന്റ് ഏരിയയിലേക്ക് ഇരച്ചു കയറുകയും തെരുവിൽ ആഴ്ചകളോളം ഉപരോധങ്ങൾ തീർത്ത് ജനജീവിതം ദുസ്സഹമാക്കുകയും ചെയ്ത വ്യാജ പ്രക്ഷോഭകർക്ക് സ്വന്തം വീട്ടിലേക്ക് ചിലർ ചോദ്യങ്ങളുമായി വന്നപ്പോൾ എന്താണ് ഇത്ര ഭയം? ജനാധിപത്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ മൈക്ക് കെട്ടി പ്രസംഗിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും അവരുടെ നേതാക്കളുടെയും യഥാർത്ഥ ഭീരുത്വം ഇതാ രാജ്യത്തിന് മുന്നിൽ ഒന്നുകൂടി തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. ചോദ്യങ്ങളുമായി എത്തിയ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരെയും യൂട്യൂബർമാരെയും കണ്ട് വിരളി പിടിച്ചിരിക്കുകയാണ് CJP വക്താവ് സൗരവ് ദാസ്. ചില യൂട്യൂബർമാർ തന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി ദൃശ്യങ്ങൾ പകർത്തിയെന്നും തനിക്കും കുടുംബത്തിനും സുരക്ഷാ ഭീഷണി ഉണ്ടെന്നും പറഞ്ഞ് ഇപ്പോൾ നിലവിളിക്കുകയാണ് ഈ പാറ്റ നേതാവ്. മറ്റുള്ളവരെ ചോദ്യം ചെയ്യാൻ നടക്കുന്നവർക്ക് ജനങ്ങൾ തിരിച്ചു ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടുന്നു. ഒടുവിൽ രക്ഷപ്പെടാനായി അവർ ഏറ്റവും എളുപ്പമുള്ള വഴി തിരഞ്ഞെടുത്തിരിക്കുന്നു. വിക്ടിം കാർഡ്, ഇരവാദം. സഹതാപം പിടിച്ചുപറ്റാനായി ഡൽഹി പോലീസിൽ പരാതി നൽകി ഈ നാടകം അവർ കൊഴുപ്പിക്കുകയാണ്. എന്നാൽ ഇതിലെ ഏറ്റവും വലിയ തമാശ അതൊന്നുമല്ല. ഈ പാറ്റകൾക്ക് രക്ഷാകവചം തീർക്കാൻ ഇപ്പോൾ ഇന്ത്യ സഖ്യം നേരിട്ട് കളത്തിലിറങ്ങിയിരിക്കുന്നു. ഈ വിഷയം എത്രയും വേഗം രാജ്യസഭയിൽ ഉന്നയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പാഞ്ഞെത്തിയിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് MP ഡെറക് ഒബ്രിയാനാണ്. അതായത് യൂട്യൂബർമാർ ഒരു വക്താവിനോട് ചോദ്യം ചോദിച്ചാൽ ഉടൻ രാജ്യസഭ സമർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഈ അവിശുദ്ധ കൂട്ടുകെട്ട് മാറിയിരിക്കുന്നു. ഇത്രയും കാലം സ്വതന്ത്ര വിദ്യാർത്ഥി പ്രസ്ഥാനമാണെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചിരുന്ന CJP യഥാർത്ഥത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ B ടീം മാത്രമാണെന്ന് ഈ ഒറ്റ സംഭവത്തോടെ തന്നെ പകൽ പോലെ വ്യക്തമാവുകയാണ്. മറ്റുള്ളവരെ ആക്രമിക്കാൻ ഇറങ്ങുമ്പോൾ ഇല്ലാത്ത നിയമവും സ്വകാര്യതയും ഒക്കെയാണ് ജനങ്ങൾ തിരിച്ചു ചോദ്യം ചെയ്യുമ്പോൾ മാത്രം ഇവർക്ക് ഓർമ്മ വരുന്നത്. ഇരട്ടത്താപ്പിന്റെയും കാപട്യത്തിന്റെയും ഈ വിക്ടിം നാടകം സോഷ്യൽ മീഡിയ ഇപ്പോൾ തന്നെ പൊളിച്ചെടുക്കുകയാണ്. ചോദ്യം ചോദിക്കുന്നവരെ കേസ് കൊടുത്തൊതുക്കാനും പാർലമെന്റിൽ വിഷയമുന്നയിച്ച് സഹതാപ തരംഗമുണ്ടാക്കാനുമുള്ള ഇന്ത്യ സഖ്യത്തിന്റെ ഈ കള്ളക്കളി ഇനി വില പോകില്ല. സ്വന്തം വീട്ടുമുറ്റത്ത് സാധാരണക്കാർ ചോദ്യങ്ങളുമായി എത്തുമ്പോൾ വിയർക്കുന്ന ഈ വ്യാജ പ്രക്ഷോഭകരുടെ മുഖം മൂടിയാണ് ഇപ്പോൾ പൂർണ്ണമായും അഴിഞ്ഞു വീണിരിക്കുന്നത്.